രജിഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, അത് എനിക്കറിയാം, അന്ന് പറഞ്ഞേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ റോളോടും താല്പര്യമില്ല. അപ്പം അന്താരമലമേലെ കുമ്പാരമഴ മേഘം ഇടയും നേരത്തെ കാറ്റാണു നീ, 5-6 കടലോളം മണ്ണാകെ ഒഴിയും. അപ്പൊ എയറിലായ 2 സിനിമാ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് മിസ്സിസ് രജിഷ വിജയൻ, 2 മിസ്സിസ് ഗീതു മോഹൻദാസ്. നമുക്ക് ആദ്യം രജിഷ വിജയനിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാം ഈ മലയാളത്തിലും തമിഴിലുമായി ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് ഈ പറയുന്ന രജിഷ വിജയൻ. പല സിനിമകളിലും പുള്ളിക്കാരി അഭിനയം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നല്ല നടിയാണ് രജിഷ വിജയൻ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി ഏറി കയറാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരുടെ അപ്കമിംഗ് റിലീസിംഗ് മൂവി ആയിട്ടുള്ള മസ്തിഷ്ക മരണം എന്ന സിനിമയിലെ ഐറ്റം ഡാൻസ് ആണ്. ഒരു ഐറ്റം ഡാൻസ് കാരണം ഒരാൾ എങ്ങനെയാണ് ഏറി പോവുക എന്നുള്ളതായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് അല്ലെ? അതിലേക്ക് നമുക്ക് വരാം. എനിവേ, ഇന്നലെയാണ് മസ്തിഷ്ക മരണം എന്ന സിനിമയിലെ ഐറ്റം ഡാൻസ് റിലീസ് ആയത്. ഏകദേശം യൂട്യൂബിൽ ഇതുവരെ ഒരു ദിവസം കൊണ്ട് 5 ലക്ഷത്തിലധികം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. നമുക്ക് എന്തായാലും ആ റിലീസായ ഐറ്റം സോങ്ങിന്റെ ചെറിയൊരു ഭാഗം കണ്ടുനോക്കാം. അന്താരമലമേലെ കുമ്പാരമഴ മേഘം ഇടയും നേരത്തെ കാറ്റാണു നീ, 5-6 കടലോളം മണ്ണാകെ ഒഴിയുന്ന തിരയെ ചേർക്കുന്ന കൂട്ടാണു നീ. ഓ ഓ നീ അളവില്ല കൊതിയിൽ വന്നെരിവും പുളിയുമുള്ളൊരൈറ്റമാ. ഓക്കെ, തൽക്കാലം ഞാൻ ഇത്ര പ്ലേ ചെയ്യുന്നുള്ളൂ. നമുക്ക് മുഴുവനായിട്ടും വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാനുള്ള നിർവാഹമില്ല, കാരണം കോപ്പിറൈറ്റ് വരുമേ. അതുകൊണ്ട് തൽക്കാലം ബാക്കി കാണണമെന്നുള്ളവർ ഇവരുടെ യൂട്യൂബ് ചാനലിൽ പോയി കാണുക. പിന്നെ ഞാൻ മ്യൂസിക് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ നിങ്ങളെ കേൾപ്പിച്ചത്. മ്യൂസിക് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അപ്പം കോപ്പിറൈറ്റ് അടിക്കും. ജസ്റ്റ് ഒരു ലിറിക്കൽ വീഡിയോ മാത്രമാണ് നിങ്ങളിപ്പോ കണ്ടത്. മ്യൂസിക് അടക്കമുള്ള വീഡിയോ നിങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് തന്നെ കാണണം. എനിവേ, കേട്ടെടുത്തോളം എനിക്ക് ഈ സോങ് അത്ര ഇംപ്രസീവ് ആയി തോന്നിയിട്ടില്ല. ഇനി ഈ സോങ്ങിനെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അവിടെയും ആളുകൾക്ക് ഈ പാട്ടിനെ കുറിച്ച് നെഗറ്റീവ് ആണ് പറയാനുള്ളത്. ഞാൻ ചില കമന്റുകൾ വായിച്ചുതരാം. എന്തുവാണ് ഇത്, ഭോജ്പൂരി സോങ്ങോ? രജിഷ ഇത്ര കിടു ലുക്ക് പ്ലസ് ഡാൻസ് ആയിട്ട് വരുമ്പോൾ ഇത്തിരി കൂടി നല്ല സോങ് കൊടുക്കായിരുന്നു രജിഷ ആസ് യൂഷ്വൽ. കാറ്റാണ് നീ, കൂട്ടാണ് നീ, എന്താണ് നീ, എന്റെ പൊന്നുമോളെ, വയലാർ ഇതുപോലെ ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. കമന്റ് ബോക്സിൽ ഫുൾ ലുക്കാണ്. കേട്ട ഒരാൾക്ക് പോലും ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. എനിക്കും വലിയ ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ ഇതൊന്നുമല്ല കേട്ടോ രജിഷ വിജയൻ ഏറി കയറാനുള്ള കാരണം. ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട. അഭിനയിച്ചൊരു പാട്ട് കേൾക്കാൻ വലിയ രസമില്ല എന്ന് കരുതി ഇന്നേ വരെ ഒരു സിനിമാ താരവും ഏറി കയറിയിട്ടില്ല. അതുകൊണ്ട് അതൊന്നല്ല മക്കളെ രജിഷ ഏറി കയറാനുള്ള കാരണം. പിന്നെന്താണ്, ഈ ഐറ്റം ഡാൻസ് കളിച്ച ഇതേ രജിഷ വിജയൻ തന്നെ 3 വർഷം മുമ്പേ മിർച്ചി FM എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തത് പ്രമുഖ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വെറും വർഷയാണ്. എനിവേ, ആ ഇന്റർവ്യൂവിൽ വെച്ച് രജിഷ വിജയൻ ഐറ്റം സോങ്ങിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചുള്ള തന്നെ നിലപാടിനെ കുറിച്ചും ഇനി ഐറ്റം സോങ്ങിൽ അഭിനയിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അന്ന് ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നിപ്പോ രജിഷ വിജയന് വിനയായി മാറിയിട്ടുള്ളത്. നമ്മൾ എന്തായാലും ആ ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഇനി ഈ ചോദ്യം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനത്തെ അയ്യോ എന്താ അങ്ങനെ മുഖം വെച്ച അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതായത് ഇപ്പം ഞാനൊരു ഗ്ലാമറസ് റോള് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐറ്റം ഡാൻസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്റെ ഏറ്റവും വലിയ കാര്യം ഗ്ലാമറസ് റോൾ ആണോ ഐറ്റം ഡാൻസ്? രണ്ടാണ്. അതായത് ഗ്ലാമറസ് റോൾ പ്ലസ് അതിലൊരു ഐറ്റം ഡാൻസും കൂടി ഉണ്ട്. അതാണ് എന്റെ ഓഫർ. അപ്പം അതെന്റെ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഞാൻ അങ്ങനെ ഒരു വേഷമിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഒരുപക്ഷെ ഡാൻസ് കളിക്കുമ്പോൾ അഭിനയിക്കുമ്പോൾ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിരിക്കണം എന്റെ ശരീരത്തിൽ എന്നിൽ. രജിഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, അത് എനിക്കറിയാം, അന്ന് പറഞ്ഞേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ റോളോടും താല്പര്യമില്ല. അപ്പം അതും ഈ കോൺഫിഡൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഇല്ല. എനിക്ക് ഗ്ലാമർ റോൾസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഇടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആസ് ലോങ് എസ് ഞാൻ എന്നെ കണ്ട വൾഗർ അല്ലാത്ത രീതിയിൽ എന്റെ ബോഡി ടൈപ്പിന് ചേരുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ ഞാൻ അതിടും. എനിക്ക് അങ്ങനെ മറ്റേ കൈ കാണിക്കില്ല, വയറ് കാണിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ജൂണിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഐ ഹാവ് നോ ഇഷ്യൂസ് വിത്ത് ഇറ്റ് ആസ് ലോങ് ആസ് ഇറ്റ് ഷോൺ ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി ആൻഡ് എസ്തെറ്റിക്കലി. മനസ്സിലായില്ലേ? അതിനൊരു ഒബ്ജക്ടിഫിക്കേഷൻ ആക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഐറ്റം ഡാൻസിൽ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ, പറഞ്ഞ എന്താന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് രജിഷ വിജയന് ഗ്ലാമറസ് റോളുകൾ ചെയ്യുന്നതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ച് അഭിനയിക്കുന്നതിലോ അല്ലെങ്കിൽ ക്ലീവേജ് മറ്റു ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് അഭിനയിക്കേണ്ടി വന്നാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കുമെന്ന് തന്നെയാണ് ഇവിടെ രജിഷ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഐറ്റം സോങ്, എത്തരത്തിലുള്ള ഐറ്റം സോങ്, പെണ്ണിനെ ഒരു ലൈംഗിക വസ്തുവായി ചിത്രീകരിക്കുന്ന വരികളുള്ള ഐറ്റം സോങ്, അതുപോലെ തന്നെ അവളുടെ ബൂബ്സും മറ്റു പാട്ടുകളും സൂം ചെയ്ത് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഐറ്റം സോങ്, ഇത്തരം ഐറ്റം സോങ്ങുകളോട് തനിക്ക് വിയോജിപ്പുണ്ട്. അത്തരം ഐറ്റം സോങ്ങുകളൊന്നും താൻ അഭിനയിക്കില്ല എന്നാണ് രജിഷ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതേ രജിഷ വിജയൻ തന്നെ ഇപ്പൊ അഭിനയിച്ച പാട്ടിലെ ഒരു വരി ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കേട്ടോക്കി. അളവിൽ
അളവില്ല കൊതിയിൽ വന്നെരിവും പുളിയുമുള്ളൊരൈറ്റമാ. ആ എന്താ വരില്ലേ വയലാർ എഴുതും ഇതേപോലെ, നീ അളവില്ല കൊതിയിൽ വന്ന് എരിവും പുളിവും ചേർന്ന ഒരു ഐറ്റമാ എന്നൊക്കെ. ഇതാണ് വരികൾ. അതായത് നീ നല്ലൊരു ചരക്കാണെന്നാണ് വരി കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെ കുറച്ചൊന്ന് സാഹിത്യവൽക്കരിച്ചെന്ന് മാത്രം. ഈ വരികളിൽ ഒരു പാട്ടിലാണ് രജിഷ വിജയൻ ഐറ്റം ഡാൻസ് കളിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. രജിഷ വിജയന്റെ ബൂബിന്റെ ഭാഗത്തേക്ക് നല്ലോണം ഒരു സൂം ചെയ്ത് കാണിക്കുന്നുമുണ്ട്. അപ്പൊ പണ്ട് ഇത്തരം ബൂബിന്റെ ഭാഗത്തേക്ക് സൂം ചെയ്ത് കൊണ്ടുള്ള ഐറ്റം ഡാൻസുകളിലും പെണ്ണിന്റെ ലൈംഗിക വസ്തുവായി ചിത്രീകരിക്കുന്ന ലിറിക്സുള്ള ഐറ്റം ഡാൻസിലൊന്നും അഭിനയിക്കില്ല എന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ് ഇപ്പൊ ഇത്തരം പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇരട്ടത്താപ്പ് എന്നൊക്കെ വിളിക്കാം. എന്തായാലും രജിഷ വിജയന്റെ ഇന്റർവ്യൂലെ ബാക്കി കൂടി കണ്ടോക്കാം. നമ്മള് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ടേക്ക് ഒരു ഐറ്റം ഡാൻസ്. ഇപ്പം ലെറ്റ്സ് സേ മറ്റേ ഇതുണ്ടല്ലോ ജണ്ടു ഏതാണ് മറ്റേ എനിവേ whatever all these item dances, right? Same costume ഇട്ടിട്ട് you can see these girls dancing in ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഈവൻ ബോളിവുഡിലാണ് ഞാൻ ഇപ്പൊ കമ്പയർ ചെയ്യുന്നത്. അതേ കോസ്റ്റ്യൂം ആയിരിക്കും, അതേ ഔട്ട്ഫിറ്റ് ആയിരിക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബോഡി പാർട്ടിനെയും കാണിക്കുന്നത്, ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്, പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്, ഇതാണ് ഒരു ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. അതാണോ പെണ്ണോ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് കാര്യം. അല്ലാതെ ഈ വേഷം, ഈ കാര്യം, ഗ്ലാമർ, എന്റെ കോൺഫിഡൻസ് അതല്ല. എന്റെ ബോഡി ടൈപ്പിന് ഇണങ്ങുന്ന, എന്നെ കണ്ട വൃത്തിക്കിരിക്കുന്ന ഡ്രസ്സ് എന്താണെങ്കിലും ഞാടും. അതായത് അത് ആ സ്ക്രിപ്റ്റിനും ക്യാരക്ടറിനും ഡിമാൻഡിങ് ആണെങ്കിൽ, മനസ്സിലായില്ലേ? അല്ലാതെ കോൺഫിഡൻസുമായിട്ട് നോ ഇഷ്യൂസ്. ദി തിങ് ഈസ് ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഒബ്ജക്ടിഫൈ എ ഹ്യൂമൻ ബോഡി with me. I'm okay with them. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും അന്ന് പറഞ്ഞ അതേ നിലപാടിൽ തന്നെ രജിഷ വിജയൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്. ഹ്യൂമൻ ബോഡിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന, പെണ്ണിനെ ഒരു ലൈംഗിക വസ്തുവായി ചിത്രീകരിക്കുന്ന ഒരു ഐറ്റം ഡാൻസിലും ഞാൻ അഭിനയിക്കുകയേ ചെയ്യില്ല എന്ന് പറഞ്ഞ അതേ ആൾ തന്നെ 3-4 വർഷങ്ങൾക്കിപ്പുറം അത്തരത്തിലുള്ള ഐറ്റം ഡാൻസിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. എന്തൊരു നിലപാടാണെന്ന് നോക്കണേ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇവിടുത്തെ ട്രോളന്മാര് വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ലോണം അങ്ങോട്ട് ഊക്കി വിടും. ഇപ്പൊ നല്ല രീതിയിലുള്ള ട്രോളാണ് രജിഷ വിജയന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം പ്ലേ ചെയ്ത ഇന്റർവ്യൂ രജിഷ വിജയൻ കൊടുത്തത് 2022 മെയ്യിലാണ്. അതായത് ഏകദേശം 4 വർഷത്തോളം ആകാറായി. അന്നുള്ള അതേ നിലപാടിൽ തന്നെ രജിഷ വിജയൻ ഇന്നും ജീവിച്ചോളണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂലല്ലോ. മനുഷ്യന്മാരുടെ കാര്യമാണ്. മനുഷ്യന്മാരെ കാര്യം എടുക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ചുറ്റുപാടും സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് മനുഷ്യരുടെ നിലപാട് മാറുന്നുള്ളതാണ്. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും 4 വർഷം മുമ്പേ ജീവിച്ച അതേ നിലപാടിലല്ലല്ലോ ഇപ്പൊ ജീവിക്കുന്നത്. പലരുടെയും നിലപാടുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അതുപോലെ ഇതിനെയും കണ്ടാൽ മതി. പിന്നെ ചുമ്മാ നമ്മൾ രസത്തിൽ അങ്ങ് ട്രോളുന്നു എന്ന് മാത്രം. പിന്നെ അറിയാലോ, ഇത് സിനിമ ഫീൽഡാണ്. ഇവിടെ ഞാൻ ഇന്ന സിനിമയിൽ അഭിനയിക്കുക എന്നും പറഞ്ഞ് നിലപാടും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ ഇരിക്കത്തേ ഉള്ളൂ. കിട്ടുന്ന അവസരങ്ങൾ എന്താണോ, കിട്ടുന്ന റോൾ എന്താണോ അതിനനുസരിച്ച് മാക്സിമം പെർഫോം ചെയ്യുക. അതുവഴി കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതൊരു സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളൂ. അതല്ലാതെ ആറ്റുനോറ്റൊരു റോള് മുന്നിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇന്ന റോളെ ചെയ്യത്തുള്ളൂ, ഞാൻ ഐറ്റം ഡാൻസിൽ അഭിനയിക്കത്തില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ശരി മോളെന്ന് പറഞ്ഞ് അവര് പാട്ടിന് പോകും. കാരണം ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പുറത്ത് ക്യൂ നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ആർക്കാണെന്ന് വെച്ചാണെങ്കിൽ ഈ മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണമെങ്കിൽ അവരുടെ റോള് ഡിമാൻഡ് ചെയ്യാം. ഇന്ന റോള് ഞാൻ ചെയ്യത്തില്ല, ഈ റോൾ ഇന്ന മാറ്റം വരുത്തിയാലേ ഞാൻ അഭിനയിക്കുമെന്ന് അവര് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും കേൾക്കും. അല്ലാതെ രജിഷ വിജയനെ പോലുള്ള ഒരു നടിയൊക്കെ ഈ സിനിമയിൽ നിന്നും ഐറ്റം ഡാൻസ് കട്ട് ചെയ്താലേ ഞാൻ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിലപാടുകളിൽ അയവ് വരുത്തിയാലേ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അൾട്ടിമേറ്റ്ലി അന്നമാണല്ലോ എല്ലാവർക്കും മുഖ്യം, നിലപാടൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചില സമയങ്ങൾക്ക് സിനിമാക്കാർക്ക് അവരുടെ നിലപാടിൽ ഒരു അയവ് വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ പാർവതി തിരുവോത്തിനെ പോലെയൊക്കെ ആവണം. ഒരു നിലപാടെടുത്ത് എടുത്ത പോലെ ഇരിക്കണം. പാർവതി തിരുവോത്തിനെ കണ്ടില്ലേ? ഇന്ന സിനിമകളിൽ ഞാൻ അഭിനയിക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുത്ത ആളാണ് പാർവതി തിരുവോത്ത്. ഇപ്പോഴും ആ നിലപാടിൽ പുള്ളിക്കാരി ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കാരണമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ പുള്ളിക്കാർക്ക് സിനിമയിൽ അവസരങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ രജിഷ വിജയനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടിൽ കുറച്ച് അയവ് വരുത്തിയത് കൊണ്ട് അവർക്ക് ഇപ്പൊ സിനിമയിൽ അവസരം കിട്ടുന്നു മാത്രം. ഒരുപക്ഷെ പാർവതി തിരുവോത്തിനെ പോലെ ഇന്ന സിനിമകളിൽ അഭിനയിക്കുക എന്നും പറഞ്ഞ് വാശി പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രജിഷ വിജയൻ വീട്ടിലിരുന്നേനെ. പിന്നെ പാർവതി തിരുവോത്തിന് സിനിമയിൽ അവസരം കുറയാൻ ഇത് മാത്രമല്ലേ കേട്ടോ, മറ്റു പല കാരണങ്ങളുമുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിയെ പരസ്യമായി പിന്തുണച്ചതും അതുപോലെ തന്നെ WCC രൂപീകരിച്ചതും അതെല്ലാം ഇതിനുള്ള കാരണങ്ങളാണ്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു എൻ്റയർ വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ബാക്ക് ടു ടോപ്പിക്, സിനിമയിലെ ഐറ്റം ഡാൻസ്. ഇനി അതിനെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം പറയാം. അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ്, അല്ലെ? അതിന്റെ പ്രൊഡ്യൂസർക്കാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും അത് അവർക്കൊരു ബിസിനസ് തന്നെയാണ്. പുറമെ പലരും അത് ഭയങ്കര കലയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും ഇത് പ്യുവർലി ഒരു ബിസിനസ് തന്നെയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഒരു പ്രൊഡ്യൂസർ സിനിമ നിർമ്മിക്കുന്നതും
ഒരു ഡയറക്ടർ പടം എടുക്കുന്നത്. അപ്പൊ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്ത് മാർക്കറ്റ് ചെയ്താലാണ് കൂടുതൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക, അവരത് മാർക്കറ്റ് ചെയ്യും. ഇപ്പൊ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിൽ ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് കുത്തി കയറ്റി കഴിഞ്ഞാണെങ്കിൽ കൂടുതൽ ഓഡിയൻസ് ആ സിനിമയിൽ അട്രാക്ട് ആകുമെങ്കിൽ അവരത് ചെയ്യും. ഒരു കാലത്ത് ബോളിവുഡിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രവണതയായിരുന്നു ഇത്. ഇപ്പോഴും അത് കാണുന്നുണ്ട്. എന്താണത്? കൂടുതൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സിനിമകളിൽ ഐറ്റം ഡാൻസ് കുത്തിക്കയറ്റും. സ്വാഭാവികമായിട്ടും ആ ഐറ്റം ഡാൻസ് കണ്ട് അതിലൂടെ ഇന്ന സിനിമയിലെ ഐറ്റം ഡാൻസ് ആണ് അതെന്ന് അറിഞ്ഞ് ആളുകൾ ആ സിനിമ കാണാൻ തുടങ്ങും. അങ്ങനെ ഐറ്റം ഡാൻസ് കാരണം എത്രയോ ബോളിവുഡ് സിനിമകൾ പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഐറ്റം ഡാൻസിന് അങ്ങനെ ഒരു കഴിവുണ്ട്. തെലുങ്കിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഐറ്റം ഡാൻസിനെ കൊണ്ട് അടിയും കുത്താണ്. മലയാളത്തിൽ ഒരു കാലത്ത് ഇത് തീരെയില്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറെയൊക്കെ ഇത് വന്നു തുടങ്ങി. കാരണം മലയാളികൾക്ക് മനസ്സിലായി ഇതിന്റെ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത്. അതോടെ മലയാളികൾ പതിയെ പതിയെ സിനിമകളിലൊക്കെ ഐറ്റം ഡാൻസ് കുത്തി കയറ്റാൻ തുടങ്ങി. അപ്പൊ പിന്നെ നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും സിനിമ എടുക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് കലയെ പ്രോത്സാഹിപ്പിക്കാനൊന്നുമല്ല. അവർക്ക് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം എന്താണോ അവരത് സ്വീകരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഒരു കൂട്ട ബഹിഷ്കരണം അങ്ങ് നടത്തണം. ഇനി ഐറ്റം ഡാൻസ് ആരും കാണില്ല എന്നും പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ അങ്ങ് ഇറങ്ങണം. അതെന്തായാലും ഇവിടെ നടക്കാൻ പോണില്ല. അപ്പൊ പിന്നെ നമുക്ക് ഐറ്റം ഡാൻസ് എടുക്കുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ? ഒരു കുറ്റം പറയാൻ പറ്റൂല. നമ്മൾ എത്ര കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല, അത് വേറെ കാര്യം. അത് എടുക്കുന്നവർ എടുത്തോണ്ടേയിരിക്കും. അപ്പൊ പിന്നെ അതിന്റെ ആ വഴിക്ക് വിടാന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ പറയുന്ന രജിഷ വിജയൻ ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു. നിങ്ങൾ അതൊന്ന് കണ്ടോക്കി. உலகத்தின் வழி எல்லாம் வந்தால் என்ன உன்பே பிரசவத்தின் வழியை தாண்ட பிறந்த சீரகே எடுத்து வா. ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് അവിടെ രജിഷ വിജയന് സംഭവിച്ചിട്ടുള്ളത് അല്ലേ. ഇനിയിപ്പോ ഇത്രയും സ്ലിം ആയത് കാരണം അല്ലെ, ഇത്രയും കഷ്ടപ്പെട്ട് മെരിഞ്ഞതല്ലേ, ബോഡിന്ന് ഫിറ്റ് ആക്കി എടുത്തതല്ലേ, അപ്പൊ അതൊന്ന് മുതലാക്കി കളയാമെന്ന് കരുതി പുള്ളിക്കാരൻ ഐറ്റം ഡാൻസിൽ അഭിനയിച്ചതാണോ? അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല അല്ലേ. എന്തായാലും അത് അവിടെ അങ്ങനെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് വരാം. രജിഷ വിജയനോടൊപ്പം തന്നെ ഇപ്പൊ നിലവിൽ എയറിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗീതു മോഹൻദാസ്. നമുക്കറിയാം ഒരു സമയത്ത് ഗീതു മോഹൻദാസ് മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കരിയറിൽ പീക്കിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്കിന് ശേഷം പിന്നെ പുള്ളിക്കാർ മലയാള സിനിമയിലേക്ക് അധികം ഒന്നും തിരിച്ചു വന്നിട്ടില്ല. പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പുള്ളിക്കാർ ഒരു കന്നഡ സിനിമ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതും പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള യശിനെ വെച്ചിട്ട്. സിനിമയുടെ പേരെല്ലാവർക്കും അറിയുമായിരിക്കും, ടോക്സിക്. പേര് പോലെ തന്നെ ഇപ്പൊ ഈ സിനിമ ഇതിനോടകം വൻ വിവാദമായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ടീസർ 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഏകദേശം 7 കോടിയിലധികം ആളുകളാണ് അതിന്റെ ടീസർ കണ്ടത്. കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ടീസർ ഇവിടെ നമുക്ക് പ്ലേ ചെയ്യിക്കാൻ നിർവാഹമില്ല. ഇനി ഈ ടീസറിലെ വിവാദമായി മാറിയ ഒരു ഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ യശിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഞാനത് ഇവിടെ മ്യൂട്ടാക്കി സൈഡ് കൊടുക്കാം. അതായത് ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ് യശിനെ ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ എന്താണ് വിവാദമാക്കാനുള്ളത് എന്നല്ലേ? ഉണ്ട്, കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന ഗീതു മോഹൻദാസ് പണ്ട് WCC രൂപീകരിക്കുന്ന സമയത്ത് അതിലൊരു അംഗമായിരുന്നു. അന്ന് മമ്മൂട്ടിയുടെ കസബ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് അതിലൊരു സീനെതിരെ ഈ WCC സംഘടന വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കസബ സിനിമയിൽ ആ സീനൊന്ന് കണ്ടോക്കാം. Madam, pardon me for not saluting you. I'll make it up to you. And I bet you will walk wrong for a week. ആശാൻ വ്യക്തിയിൽ പിടിച്ച് അമർത്തിയിട്ട് എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലേ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ നീ ഒരാഴ്ചത്തേക്ക് മര്യാദയ്ക്ക് നടക്കില്ല എന്നൊക്കെയാണ് മമ്മൂട്ടി ആ ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഡയലോഗിനും ആക്ഷനും എതിരെയാണ് ഈ പറയുന്ന WCC സംഘടന രംഗത്തെത്തിയത്. അന്ന് പാർവതി തിരുവോത്ത് ഈ കസബ എന്ന് പറയുന്ന ഈ സീനിനെതിരെ സംസാരിക്കുന്ന സമയത്ത് സെയ്റ്റ് എന്നും പറഞ്ഞ് പാർവതിയെ പിരികേറ്റി വിട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഗീതു മോഹൻദാസ്. ആ രംഗം ഒന്ന് കണ്ടോക്കാം. കണ്ടല്ലോ, സെയ്റ്റ് എന്ന് പറഞ്ഞ് സൈഡിൽ പിരികേറ്റി വിട്ട വ്യക്തി ഗീതു മോഹൻദാസ് ആണ്. അന്ന് പാർവതി തിരുവോത്തിനെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച ഇതേ ആള് തന്നെയാണ് പുള്ളിക്കാരുടെ റിലീസ് ആകാൻ പോകുന്ന സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ടീസർ കൊടുത്തതും കൂടി ആലോചിക്കണം. എന്തായാലും പാർവതി തിരുവോത്തിന് പറയാനുള്ള ബാക്കി കേട്ടോക്കാം. Is a movie that I unfortunately watched, and with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's oh so sexy and cool. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഒരു പെണ്ണിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള സീനുകളിൽ ഒരു ഹീറോ അഭിനയിക്കുമ്പോൾ അതിനെ സിനിമ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുമ്പോൾ അത് കാണുന്ന പൊതുജനത്തിനിടയിൽ അത് ഇൻഫ്ലുവൻസ് ആവുകയും അത്തരം കാര്യങ്ങൾക്ക് ഇവിടെ നോർമൽ ആണെന്ന് പൊതുജനം ചിന്തിക്കാൻ ഇടവരുത്തുകയും ചെയ്യുമെന്നൊക്കെയാണ് ഇവിടെ പാർവതി പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതിനൊരു കൂടുതൽ ക്ലാരിറ്റി ഒരു ഇന്റർവ്യൂവിൽ വന്ന് പാർവതി നൽകുന്നുണ്ട്. നമ്മൾ എല്ലാം കൂടി നോക്കാം. വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകന്റെയും മേത്താണ്.
അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. പക്ഷെ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല. ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ, എഫക്റ്റ് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ, യു ഓൾസോ വിത്ത് quoting Spider-Man, with great power comes great responsibility, is the fact that ഒരു ചെറിയ റിഫ്ലക്ഷൻ നമ്മൾ നടത്തണം. ദാറ്റ് ഇപ്പൊ ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു 10 ഡിഫറെന്റ് വേയിൽ ഞാൻ ആലോചിക്കും ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം. അത് ചിലപ്പം ഞാൻ പറയുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് ആയിരിക്കാം. ആ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് റിഗ്രസീവ് ആണെന്ന് തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷ്വൽ ഗ്രാമർ നമുക്ക് വേണം. ബട്ട് റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗിനെ സൂപ്പറാണ്, ഇതാണ് ശരി എന്നുള്ള വിഷ്വൽ ഗ്രാമറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് തെറ്റി. അതാണ് പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഒരിക്കലും സിനിമയിൽ ഈ മോശം കാര്യങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ മോശക്കാരായി ചിത്രീകരിക്കുന്നതും സ്ത്രീകളെ സെക്ഷൽ ഒബ്ജക്റ്റ് ആയി ഗ്ലോറിഫൈ ചെയ്യുന്നതും ഒക്കെ. എന്തായാലും അന്ന് പാർവതി തിരുവോത്ത് ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ, WCC എന്നൊരു സംഘടനയുടെ കീഴിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ അതിന് കട്ട പിന്തുണ നൽകിയ ആളാണ് ഗീതു മോഹൻദാസ്. ആ ഗീതു മോഹൻദാസ് തന്നെ അതിന് നേർ വിപരീതമായിട്ടുള്ള ഒരു സിനിമ ട്രെയിലർ ഇറക്കിയെന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെയാണത്, അല്ലേ? പിന്നെ പലരും ഇപ്പൊ ഗീതു മോഹൻദാസിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഒരാണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതല്ല ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ, അതും അവര് പരസ്പര സമ്മതപ്രകാരമല്ല ഏർപ്പെടുന്നത്. അതെങ്ങനെയാണ് വുമൺ ഒബ്ജക്ടിഫിക്കേഷൻ ആകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനികളിൽ ഒരാളുണ്ട്. ആരാണെന്ന് അറിയോ? മുമ്പ് പാർവതി തിരുവോത്ത് കസബ എന്ന് പറഞ്ഞ സിനിമയ്ക്കെതിരെ സംസാരിച്ച സമയത്ത് സൈഡിൽ ഇരുന്ന് ചിരിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ ആളൊന്നുകൂടെ കാണിച്ചു തരാം. ആ ചിരിച്ച ആളാരാണെന്ന് മനസ്സിലായല്ലോ, റീമ കല്ലിങ്കൽ. ഇനി ഇതേ റീമ തന്നെ ഗീതു മോഹൻദാസിന്റെ ടോക്സിക് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് കണ്ടോക്കാം. ഗീതു മോഹൻദാസിന്റെ ടോക്സിക് സിനിമയിലെ വീഡിയോയെ പിന്തുണച്ച് റിമ കല്ലിങ്കൽ ചിത്രത്തിന്റെ ടീസറിൽ വിവാദമായ നായകന്റെ ഇൻട്രോ സീനിനെ അശ്ലീലം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നവർക്ക് മറുപടി എന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന കുറിപ്പ് പങ്കുവച്ചാണ് റിമ പിന്തുണ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ടീസർ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് രീതിയിൽ വൈറലായിരുന്നു. ഹരികൃഷ്ണൻ ശരിയാണ്. ഹരികൃഷ്ണൻ, ഈ വിഷയം നേരത്തെ തന്നെ ആദ്യത്തെ ടീസറും രണ്ടാമത്തെ ടീസറും വിവാദമായ പശ്ചാത്തലമുണ്ട്. ഇതിനെതിരെ ചില സംവിധായകർ ഒക്കെ രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഇതിന്റെ പുതിയ അപ്ഡേഷൻ? രഞ്ജിത്ത്, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ടോക്സിക് എന്ന സിനിമയിലെ നായകനായ യഷിന്റെ പിറന്നാൾ. ഈ യഷിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ടോക്സിക് സിനിമയിലെ അണിയർ പ്രവർത്തകർ ഈ വീഡിയോ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ യഷിന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അന്നും ഇതുപോലെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വീഡിയോയിലും അതേ രീതിയിലുള്ള വിമർശനങ്ങൾ ഗീതു മോഹൻദാസ് നേരിടേണ്ടിയും വന്നു. ഗീതുവിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് WCC അംഗവും കൂടിയായിരുന്ന ഗീതു മോഹൻദാസ് ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന നിലപാട് സിനിമകളിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിരുന്ന ഗീതു മോഹൻദാസ് സംസ്ഥാനം മാറിയപ്പോഴേക്കും അത് മാറുന്നൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയോ സ്വന്തം സിനിമയിൽ തന്നെ ഇതുപോലെ സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന നിലയിലേക്ക് വീഡിയോ ചിത്രീകരിച്ചത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഗീതു കേൾക്കേണ്ടി വന്നത്. ഏതായാലും റിമ കല്ലിങ്കൽ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ഗീതുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രണ്ട് കഥാപാത്രങ്ങൾ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നു. റിമ കോട്ട് ചെയ്യുന്ന കുറച്ചധികം സിനിമകളും കൂടിയുണ്ട്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, 4 ഇയേഴ്സ്, മായാനദി, ഈ സിനിമകളിലൊക്കെ തന്നെ ഇതുപോലുള്ള രംഗങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ DS ഇറ എന്ന സിനിമയിൽ അതുല്യക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ റിമ ചോദിക്കുന്നുണ്ട്. അതായത് അതിൽ പ്രണവ് മോഹൻലാലും അതുല്യ ചന്ദ്രനും ഒരുമിച്ചുള്ള ഒരു ലൈംഗിക രംഗമുണ്ട്, ലൈംഗിക ബന്ധ രംഗമുണ്ട്. അതിനകത്ത് അതുല്യ എത്രമാത്രം സോഷ്യൽ മീഡിയ വിമർശിച്ചുവെന്നും പ്രണവിനെ ഒരു തരത്തിൽ പോലും ആരും വിമർശിക്കാത്ത രംഗവും സിറ്റുവേഷനുണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രം ഇങ്ങനെ വിമർശിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കണ്ണ് ഇതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിമ ഈ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ടോക്സിക്കിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഏകദേശം 200 മില്യണോളം കാഴ്ചക്കാരായി മാറി. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ എത്രമാത്രം തരംഗമായി മാറി എന്നുള്ളത് ആ 200 മില്യൺ കാഴ്ചക്കാരെന്ന കണക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയുള്ളൊരു വീഡിയോയാണ് ഇപ്പോൾ ഗീതു മോഹൻദാസിനെതിരെ ശക്തമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ വന്നത്. ഇതിന് പിന്തുണച്ചുകൊണ്ടാണ് റിമ കല്ലിങ്കലും ദിവ്യപ്രഭയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇപ്പോൾ ഗീതുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം തന്നെ തുടരുകയാണ്. വളരെയധികം സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്നെയാണ് ഗീതു മോഹൻദാസ് ഈ വീഡിയോന്റെ പേരിൽ കേൾക്കേണ്ടി വന്നത്. അതായത് ചിത്രം മാർച്ച് 19 റിലീസിനെത്താൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. ഇടക്കൊന്ന് പറയും, പിന്നെ അവസരം വരുമ്പോൾ വേറെ എന്തൊക്കെയോ പറയും. എന്തായാലും കൊള്ളാം. ഇപ്പൊ നിലവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ ടോക്സിക് എന്ന് പറയുന്ന ടീസർ ഇറങ്ങിയതിന് പിന്നാലെ പാർവതി തിരുവോത്ത് ഗീതു മോഹൻദാസിനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്നുള്ളതാണ്. അതെന്തായാലും നന്നായി. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് മുട്ടും കോമഡി ആയിക്കണം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ സിനിമാക്കാരെന്ന് നമ്മൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ നിലപാടുകൾ കണ്ട് നമ്മൾ കൈയടിക്കാൻ പോകരുത്. ഒരു സമയത്ത് അവരൊന്ന് പറയും, പിന്നെ അതേ അവർ തന്നെ കുറച്ച് ഞാനെങ്കിൽ മാറ്റി പറയുകയും ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.